ബിബ്ലിയോൺ ചാനലിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 62 വരെയുള്ള വാക്യങ്ങളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 37 മുതൽ 43 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തുന്നു. ചോദ്യം 2. യേശു രൂപാന്തരപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവൻ്റെ അടുത്ത് വന്നത് ആര്? ഉത്തരം: വലിയ ഒരു ജനക്കൂട്ടം. ചോദ്യം 3. 9:37 അനുസരിച്ച് വലിയ ഒരു ജനക്കൂട്ടം യേശുവിൻ്റെ അടുത്ത് വന്നത് എപ്പോൾ? ഉത്തരം: യേശു രൂപാന്തരപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം അവർ മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ. ചോദ്യം 4. 9:38 അനുസരിച്ച് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞത് എന്ത്? ഉത്തരം: ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. അവൻ എൻ്റെ ഏക മകനാണ്. ചോദ്യം 5. ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. അവൻ എൻ്റെ ഏക മകനാണ്. ഇങ്ങനെ വിളിച്ചു പറഞ്ഞത് ആര്? ഉത്തരം: ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ. ചോദ്യം 6. 9:38 അനുസരിച്ച് യേശുവിനെ ഗുരു എന്ന് സംബോധന ചെയ്യുന്നത് ആര്? ഉത്തരം: ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ. ചോദ്യം 7. തൻ്റെ ഏക മകനെ എന്ത് പിടികൂടുന്നു എന്നാണ് ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ വിളിച്ചു പറഞ്ഞത്? ഉത്തരം: ഒരു അശുദ്ധാത്മാവ്. ചോദ്യം 8. അവനെ ഒരു അശുദ്ധാത്മാവ് പിടികൂടുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്? ഉത്തരം: അവൻ പെട്ടെന്ന് നിലവിളിക്കുന്നു. ചോദ്യം 9. എപ്പോൾ വരെയാണ് അശുദ്ധാത്മാവ് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നത്? ഉത്തരം: നുരയും പതയും പുറപ്പെടുന്നതുവരെ. ചോദ്യം 10. നുരയും പതയും പുറപ്പെടുന്നതുവരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. അത് എന്ത് ചെയ്യുന്നുമില്ല എന്നാണ് 9:39 പറയുന്നത്? ഉത്തരം: അത് അവനെ വിട്ടുമാറുന്നുമില്ല. ചോദ്യം 11. അശുദ്ധാത്മാവിനെ പുറത്താക്കാൻ ഞാൻ ആരോട് അപേക്ഷിച്ചു എന്നാണ് അവൻ യേശുവിനോട് പറഞ്ഞത്? ഉത്തരം: നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു എന്ന്. ചോദ്യം 12. അതിനെ പുറത്താക്കാൻ ഞാൻ നിന്റെ ശിഷ്യന്മാരോട് അപേക്ഷിച്ചു, എന്നാൽ അവർക്ക് സാധിച്ചില്ല എന്ന് അവൻ പറഞ്ഞപ്പോൾ യേശു പ്രതിവചിച്ചത് എന്ത്? ഉത്തരം: വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ, ഞാൻ എത്രനാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്രനാൾ നിങ്ങളോട് ക്ഷമിക്കും? ചോദ്യം 13. വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ, ഞാൻ എത്രനാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും? എത്രനാൾ നിങ്ങളോട് ക്ഷമിക്കും എന്ന് പറഞ്ഞതിന് ശേഷം യേശു പറഞ്ഞത് എന്ത്? ഉത്തരം: നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരുക. ചോദ്യം 14. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാച് അവനെ ചെയ്തത് എന്ത്? ഉത്തരം: പിശാച് അവനെ നിലത്തു വീഴ്ത്തി പീഡിപ്പിച്ചു. ചോദ്യം 15. പിശാച് അവനെ നിലത്തു വീഴ്ത്തി പീഡിപ്പിച്ചപ്പോൾ യേശു ചെയ്തത് എന്ത്? അല്ലെങ്കിൽ 9:42 അനുസരിച്ച് യേശു ചെയ്തത് എന്ത്? ഉത്തരം: യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ചോദ്യം 16. 9:42 അനുസരിച്ച്
യേശു ആരെയാണ് ശാസിച്ചത്? ഉത്തരം: അശുദ്ധാത്മാവിനെ. ചോദ്യം 17. അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി ആരെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാണ് 9:42 പറയുന്നത്? ഉത്തരം: പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. ചോദ്യം 18. 9:43 അനുസരിച്ച് എന്തിനെക്കുറിച്ചാണ് എല്ലാവരും അത്ഭുതപ്പെട്ടത്? ഉത്തരം: ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച്. ചോദ്യം 19. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 44-45 വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: പീഡാനുഭവത്തെക്കുറിച്ച് 2-ാം പ്രവചനം. ചോദ്യം 20. ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം യേശു പറഞ്ഞ വചനം ഏത്? ഉത്തരം: മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ചോദ്യം 21. മനുഷ്യപുത്രൻ ആരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്നാണ് 9:44 അനുസരിച്ച് യേശു ശിഷ്യരോട് പറഞ്ഞത്? ഉത്തരം: മനുഷ്യരുടെ കൈകളിൽ. ചോദ്യം 22. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. ഇത് പറഞ്ഞത് ആര്? ആരോട്? പറഞ്ഞത് എപ്പോൾ? ഉത്തരം: യേശുവിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് എല്ലാവരും വിസ്മയിക്കവേ അവൻ ശിഷ്യരോട് പറഞ്ഞു. ചോദ്യം 23. ലൂക്ക 9:44 സമാനമായ വചനഭാഗങ്ങൾ ഏതെല്ലാം? ഉത്തരം: ലൂക്ക 9-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ, ലൂക്ക 17:25, ലൂക്ക 18-ാം അധ്യായം 31 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 24. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ ശിഷ്യർക്ക് ഈ വചനം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. കാരണമെന്ത്? ഉത്തരം: അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. ചോദ്യം 25. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 46 മുതൽ 48 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: ആരാണ് വലിയവൻ? ചോദ്യം 26. 9:46 അനുസരിച്ച് ശിഷ്യർ തർക്കിച്ചത് എന്ത്? ഉത്തരം: തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന്. ചോദ്യം 27. തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് ശിഷ്യർ തർക്കിച്ചപ്പോൾ അവരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞ യേശു ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തി അവരോട് പറഞ്ഞത് എന്ത്? ഉത്തരം: എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. ചോദ്യം 28. ആര് എന്നെ സ്വീകരിക്കുന്നു എന്നാണ് ഒരു ശിശുവിനെ എടുത്ത് അടുത്ത് നിർത്തി യേശു അവരോട് പറഞ്ഞത്? ഉത്തരം: എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും. ചോദ്യം 29. എന്നെ സ്വീകരിക്കുന്നവൻ ആരെ സ്വീകരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. ചോദ്യം 30. ആരാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. ചോദ്യം 31. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 49-50 വാക്യങ്ങളിലെ
പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. ചോദ്യം 32. ഗുരു, ആരെ ഞങ്ങൾ കണ്ടു എന്നാണ് 9:49 അനുസരിച്ച് യോഹന്നാൻ യേശുവിനോട് പറഞ്ഞത്? ഉത്തരം: നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ. ചോദ്യം 33. ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? ഉത്തരം: യോഹന്നാൻ. ചോദ്യം 34. ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ എന്ത് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു എന്നാണ് യോഹന്നാൻ പറഞ്ഞത്? ഉത്തരം: അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട്. ചോദ്യം 35. 9:49 അനുസരിച്ച് യേശുവിനെ ഗുരു എന്ന് സംബോധന ചെയ്യുന്നത് ആര്? ഉത്തരം: യോഹന്നാൻ. ചോദ്യം 36. ഗുരു, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു എന്ന് യോഹന്നാൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എന്ത്? ഉത്തരം: അവനെ തടയേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. ചോദ്യം 37. 9:50 അനുസരിച്ച് ആര് നിങ്ങളുടെ ഭാഗത്താണ് എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. ചോദ്യം 38. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 56 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: സമരിയാക്കാരുടെ തിരസ്കാരം. ചോദ്യം 39. എപ്പോൾ യേശു ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ചു എന്നാണ് 9:51 പറയുന്നത്? ഉത്തരം: തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ. ചോദ്യം 40. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ യേശു എവിടേക്ക് പോകാനാണ് ഉറച്ചത്? ഉത്തരം: ജെറുസലേമിലേക്ക്. ചോദ്യം 41. ലൂക്ക 9:51 പരാമർശിക്കുന്ന ആരോഹണം എന്ന പദം എന്തിനെയെല്ലാമാണ് വിവക്ഷിക്കുന്നത്? ഉത്തരം: യേശുവിൻ്റെ കുരിശുമരണം, ഉയിർപ്പ്, സ്വർഗാരോഹണം എന്നിവയെ. ചോദ്യം 42. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ ജെറുസലേമിലേക്ക് പോകാൻ ഉറച്ച യേശു തനിക്ക് മുമ്പേ ആരെയാണ് അയച്ചത്? ഉത്തരം: ഏതാനും ദൂതന്മാരെ. ചോദ്യം 43. യേശുവിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ തനിക്ക് മുമ്പേ യേശു അയച്ച ഏതാനും ദൂതന്മാർ പ്രവേശിച്ചത് എവിടെ? ഉത്തരം: സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ. ചോദ്യം 44. എന്തിനു വേണ്ടിയാണ് യേശു തനിക്ക് മുമ്പേ അയച്ച ഏതാനും ദൂതന്മാർ സമരിയാക്കാരുടെ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചത്? ഉത്തരം: യേശുവിന് വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാൻ. ചോദ്യം 45. യേശു എവിടേക്ക് പോവുകയായിരുന്നതുകൊണ്ടാണ് സമരിയാക്കാർ അവനെ സ്വീകരിക്കാതിരുന്നത്? ഉത്തരം: ജെറുസലേമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട്. ചോദ്യം 46. സമരിയാക്കാർ അവനെ സ്വീകരിക്കാത്തത് കണ്ടപ്പോൾ ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞത് എന്ത്? ഉത്തരം: കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ചോദ്യം 47. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ? ഇത് പറഞ്ഞത് ആരെല്ലാം? ഉത്തരം: ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും. ചോദ്യം 48.
ലൂക്ക 9:54 ചില കയ്യെഴുത്തു പ്രതികളിൽ കാണുന്നത് എങ്ങനെ? ഉത്തരം: കർത്താവേ, ഏലിയ ചെയ്തതുപോലെ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെ നശിപ്പിക്കട്ടെ എന്ന്. ചോദ്യം 49. ലൂക്ക 9:54 സമാനമായ വചനഭാഗം ഏത്? ഉത്തരം: 2 രാജാക്കന്മാർ 1 അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 50. കർത്താവേ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ എന്ന് ശിഷ്യന്മാരായ യാക്കോബും യോഹന്നാനും പറഞ്ഞപ്പോൾ യേശു ചെയ്തത് എന്ത്? ഉത്തരം: അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചു. ചോദ്യം 51. 9:55 അനുസരിച്ച് യേശു തിരിഞ്ഞ് ആരെയാണ് ശാസിച്ചത്? ഉത്തരം: ശിഷ്യന്മാരായ യാക്കോബിനെയും യോഹന്നാനെയും. ചോദ്യം 52. ലൂക്ക 9:55 ചില കയ്യെഴുത്തു പ്രതികളിൽ കാണുന്നത് എങ്ങനെ? ഉത്തരം: എന്നാൽ അവൻ തിരിഞ്ഞ് അവരെ ശാസിച്ചുകൊണ്ട് പറഞ്ഞു, ഏതു വിധത്തിലുള്ള ആത്മാവാണ് നിങ്ങൾക്കുള്ളത് എന്ന് നിങ്ങൾ അറിയുന്നില്ല. എന്തെന്നാൽ മനുഷ്യരുടെ ജീവൻ നശിപ്പിക്കാനല്ല, അവരെ രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നത്. ചോദ്യം 53. 9:56 അനുസരിച്ച് അവർ പോയത് എവിടേക്ക്? ഉത്തരം: മറ്റൊരു ഗ്രാമത്തിലേക്ക്. ചോദ്യം 54. ലൂക്കായുടെ സുവിശേഷം 9 അധ്യായം 57 മുതൽ 62 വരെയുള്ള വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ത്? ഉത്തരം: ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ. ചോദ്യം 55. അവർ പോകും വഴി ഒരുവൻ യേശുവിനോട് പറഞ്ഞത് എന്ത്? ഉത്തരം: നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും. ചോദ്യം 56. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് യേശുവിനോട് പറഞ്ഞത് ആര്? ഉത്തരം: ഒരുവൻ. ചോദ്യം 57. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് ഒരുവൻ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എന്തെല്ലാം? ഉത്തരം: കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളും ഉണ്ട്, മനുഷ്യപുത്രന് തല ചായ്ക്കാൻ ഇടമില്ല. ചോദ്യം 58. കുറുനരികൾക്ക് എന്ത് ഉണ്ട് എന്നാണ് 9:58 അനുസരിച്ച് യേശു പറഞ്ഞത്? ഉത്തരം: മാളങ്ങൾ. ചോദ്യം 59. ആകാശത്തിലെ പക്ഷികൾക്ക് എന്തും ഉണ്ട് എന്നാണ് പറഞ്ഞത്? ഉത്തരം: കൂടുകൾ. ചോദ്യം 60. ആർക്ക് തല ചായ്ക്കാൻ ഇടമില്ല എന്നാണ് പറഞ്ഞത്? ഉത്തരം: മനുഷ്യപുത്രന്. ചോദ്യം 61. 9:58 അനുസരിച്ച് മനുഷ്യപുത്രന് എന്തിന് ഇടമില്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: തല ചായ്ക്കാൻ ഇടമില്ല. ചോദ്യം 62. 9:59 അനുസരിച്ച് യേശു വേറൊരുവനോട് പറഞ്ഞത് എന്ത്? ഉത്തരം: എന്നെ അനുഗമിക്കുക. ചോദ്യം 63. എന്നെ അനുഗമിക്കുക എന്ന് യേശു വേറൊരുവനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞത് എന്ത്? ഉത്തരം: കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. ചോദ്യം 64. കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് വേറൊരുവൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എന്ത്? ഉത്തരം: മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. ചോദ്യം 65. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി എന്തു ചെയ്യുക എന്നാണ്
യേശു വേറൊരുവനോട് പറഞ്ഞത്? ഉത്തരം: ദൈവരാജ്യം പ്രസംഗിക്കുക. ചോദ്യം 66. 9:61 അനുസരിച്ച് മറ്റൊരുവൻ പറഞ്ഞത് എന്ത്? ഉത്തരം: കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം. ചോദ്യം 67. കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ ആരോട് വിട വാങ്ങാൻ എന്നെ അനുവദിക്കണം എന്നാണ് മറ്റൊരുവൻ പറഞ്ഞത്? ഉത്തരം: വീട്ടുകാരോട് വിട വാങ്ങാൻ. ചോദ്യം 68. കർത്താവേ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം എന്ന് മറ്റൊരുവൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞത് എന്ത്? ഉത്തരം: കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. ചോദ്യം 69. 9:62 അനുസരിച്ച് ആര് സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല എന്നാണ് യേശു പറഞ്ഞത്? ഉത്തരം: കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും. ചോദ്യം 70. യേശു പറഞ്ഞു, കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞ് നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. അധ്യായവാക്യം ഏത്? ഉത്തരം: ലൂക്ക 9:62.